നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ, ഒപ്പം ഞങ്ങളുണ്ട്. എയർ ഗൈഡ്, ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം. പാസ്പോർട്ട്, എയർ ടിക്കറ്റ്, ടൂർ പാക്കേജ്, ഹജ്ജ് ആൻഡ് ഉംറ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9539000666. കഴിഞ്ഞ ദിവസം LDF നേതൃത്വം നാദാപുരത്ത് നടത്തിയ പത്രസമ്മേളനം ഒരു പുതിയ വിവാദത്തിന് തിരികൊളുത്തുകയുണ്ടായി. പ്രവാസികൾ കള്ളവോട്ട് നടത്തുന്നവരാണ് എന്ന തരത്തിലുള്ള പരാമർശമാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. ഇതിനെക്കുറിച്ച് KMCC പ്രതികരിക്കുന്നു. കഴിഞ്ഞ 55 വർഷക്കാലമായിട്ട് നാദാപുരത്ത് LDFന്റെ MLA ആണ് വിജയിച്ചു വരുന്നത്. ഇന്നേ വരെ പ്രവാസികൾക്ക് വേണ്ടി ഒരു ചെറുവിരലനക്കാനോ നിയമസഭയിൽ ഒരു അക്ഷരം ഉരിയാടാനോ സാധിക്കാത്ത MLAമാർ. ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തൊരു സാഹചര്യത്തിൽ ഞങ്ങളെ ഓർത്തതിൽ വലിയ നന്ദിയുണ്ട്. ഇവിടുത്തെ എല്ലാ ഡെവലപ്മെൻറ്റ്സിനും കാരണമായിട്ടുള്ള, പ്രത്യേകിച്ച് കേരളത്തിലെ ഫൈനാൻഷ്യൽ സംവിധാനത്തിൻ്റെ ബാക്ക് ബോണായിട്ടുള്ള പ്രവാസികളെ അവഹേളിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇന്നലെ ഇവിടുത്തെ EK വിജയൻ MLA നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ചലഞ്ചിങ് സിറ്റുവേഷനാണ് ഇപ്പം പ്രവാസ ലോകത്ത്, യുദ്ധഭീതിയും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സംവിധാനമായിട്ടുള്ള ഇലക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് ദുബായിൽ നിന്നൊക്കെ ബോംബെയിൽ വന്നിറങ്ങി, ബോംബെയിൽ നിന്ന് ചെന്നൈയിൽ വന്നു, അല്ലെങ്കിൽ ബാംഗ്ലൂർ വന്നു, അവിടുന്ന് ഇങ്ങോട്ട് ബസ്സിലും ട്രെയിനിലൊക്കെ ആയിട്ടാണ് പ്രവാസികൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് പ്രവാസികളെ ഇൻസൾട്ട് ചെയ്യുന്ന ഈ ഒരു പ്രക്രിയ EK വിജയൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അത് വലിയ പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം KMCCയുടെ നേതൃത്വത്തിൽ ഇവിടെ വലിയ റാലി നടത്തി. ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഒരു ഷോർട്ട് നോട്ടീസിൽ റാലി നടത്തിയപ്പോൾ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അതിൽ വന്നത്. അപ്പോൾ പ്രവാസികളുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കിയിട്ട് പരാജയ ഭീതി പൂണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രവാസികൾ അതിശക്തമായിട്ട് ഈ ഇലക്ഷനിൽ പ്രവർത്തിച്ച്, പ്രത്യേകിച്ച് KMCC പോലത്തെ ഞങ്ങളുടെ സംഘടനകൾ വളരെ സജീവമായിട്ട് മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് UDFന്റെ വിജയം 100% ഷുവറാണ്. അതിൽ ഭീതി പൂണ്ടിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവാസികളെ ഇൻസൾട്ട് ചെയ്യുന്ന പ്രസ്താവന വന്നിട്ടുള്ളതെന്നാണ് നമുക്ക് പറയാനുള്ളത്. നാദാപുരം നിയോജക മണ്ഡലത്തിൽ പ്രവാസികളാണ് ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് എന്ന് LDF നേതൃത്വവും MLAയും പറഞ്ഞതിലുള്ള സന്തോഷവും ഞങ്ങൾക്കുണ്ട്. കാരണം പ്രവാസികൾ അത്ര സ്ട്രെങ്ത്താണ് ഇവിടെ, അത്രയും സ്ട്രോങ് ആണ്. മാത്രമല്ല, ഇവിടെ MLA നടത്തിയ വികസനങ്ങൾ, EK വിജയൻ തന്നെ കഴിഞ്ഞ 3 ടേമായിട്ട് ഇവിടെ നടത്തിയ വികസനങ്ങൾ ഇപ്പോൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. 1-2 കാര്യങ്ങളാണ് അവർ തന്നെ എടുത്തു പറയുന്നത്. അതിലൊന്ന് ഗവൺമെൻറ് കോളേജാണ്. ഗവൺമെൻറ്റിൻ്റെ കോളേജിൻ്റെ ഭൂമി വാങ്ങിയത് ഇവിടെയുള്ള പ്രവാസികൾ സംഭാവന ചെയ്തിട്ടാണ്. മറ്റ് എല്ലാ ഇവിടുത്തെ പൊതു സംവിധാനങ്ങളിൽ മുഴുവനും പ്രവാസികൾ ചോര നീരാക്കി അവിടുന്ന് അധ്വാനിച്ച് കൊണ്ടുവരുന്ന നാണയത്തുണ്ടുകൾ കൊടുത്തിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങളിലും പല കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം അത്തരത്തിൽ നിൽക്കുന്ന എല്ലാവിധ സപ്പോർട്ടുണ്ട്, ബ്ലൈൻഡ്ലി സപ്പോർട്ട്. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ KMCCനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ. അപ്പം അവരെ ഇൻസൾട്ട് ചെയ്യുന്നുള്ള പ്രസ്താവനയിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, പ്രവാസികളും അവരുടെ കുടുംബങ്ങളും അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളും അതിനെതിരായിട്ട് ഈ വർഷത്തെ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമെന്നതിലും യാതൊരു സംശയമില്ല.